നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മളൊരു കാർ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് 18 വയസ്സ് പൂർത്തിയായി ലേണേഴ്സ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കാർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ടുള്ള അനുമതിയുള്ളൂ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കാർ ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത്. കാരണം ഇത് എല്ലാവർക്കും വലിയൊരു ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കാർ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മളൊരു കാർ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് 18 വയസ്സ് പൂർത്തിയായി ലേണേഴ്സ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കാർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ടുള്ള അനുമതിയുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ചെറുപ്പക്കാർക്ക് ഏതൊരാൾക്കും ഏത് വണ്ടിയും വളരെ നിസ്സാര സമയം കൊണ്ട് എളുപ്പത്തിൽ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആകാനും ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ടുള്ള ട്രിക്ക് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് 18 വയസ്സ് പൂർത്തിയായി ലേണേഴ്സ് എടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വാഹനത്തെ മുന്നോട്ട് നീക്കാനും നിർത്താനുമായിട്ടാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കുന്നത്. അത് മുതൽ ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ കാണുക. ഇതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഡ്രൈവിംഗ് സീറ്റിൽ കയറിയാൽ നമ്മൾ പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് നിങ്ങൾക്ക് ഇടാനായിട്ട് അറിയത്തില്ലെങ്കിൽ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇടത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ സീറ്റിൻ്റെ ഈ ലോക്ക് എടുക്കുക. ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് വലിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഈ സീറ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വലത്തെ കൈ ഈ ഒരു ഭാഗത്ത് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വരിക. വരുന്ന സമയത്ത് നമ്മളുടെ വലത്തെ കൈ ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് വരും. നിങ്ങൾ നോക്കുക, ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ വലിച്ചിട്ട് ഈ സീറ്റിൻ്റെ ലോക്കിലേക്ക്, അതായത് സീറ്റ് ബെൽറ്റിൻ്റെ ലോക്കിലേക്ക് ഇത് കയറ്റിയിടുക, പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വണ്ടി എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ 3 പെഡലുകൾ നോക്കുക. ഈ 3 പെഡലുകളിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ABC, അതായത് ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അപ്പം നമ്മൾ ഈ ആക്സിലറേറ്ററും ബ്രേക്കും യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ വലത്തെ കാല് ഉപയോഗിച്ചാണ്. നിങ്ങൾ നോക്കുക, ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് നമ്മളുടെ വലത്തെ കാല് വെക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഇത്തരത്തിൽ മാറ്റി ആക്സിലറേറ്ററും ബ്രേക്കും യൂസ് ചെയ്യാം. ഇടത്തെ കാലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടാനായിട്ടാണ് നമ്മൾ ഇടത്തെ കാല് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാം. വണ്ടി നിർത്താനായിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കൽ കാലെടുത്ത് വെക്കുക. ഓക്കെ, ബ്രേക്കൽ കാലെടുത്ത് വെക്കുക. അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കണം. ഓക്കെ, ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രേക്കൽ കാല് വെക്കുക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വണ്ടിയുടെ താക്കോലിടുന്ന ഇഗ്നീഷൻ ഇടുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറ്റിയിടുന്നു. ഓക്കെ, എന്നിട്ട് ഒന്ന് തിരിക്കുക. നിങ്ങൾ നോക്കിയേ, പതിയെ ഒരു തവണ തിരിക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ തിരിക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ ലൈറ്റൊക്കെ തെളിയും. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഓപ്ഷനിലേക്ക് വന്നു. ഇനി വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ബ്രേക്കിലും ക്ലച്ചിലും ഫുള്ള് ചവിട്ടി പിടിക്കുക. എന്നിട്ട് കീ ഒന്ന് മുന്നോട്ട് തിരിക്കുക. എന്നിട്ട് ഉടൻ തന്നെ കീയിൽ നിന്ന് കൈ എടുത്തേക്കുക. വണ്ടി സ്റ്റാർട്ടായാൽ ഉടൻ തന്നെ കീയിൽ നിന്ന് വണ്ടി എടുത്തേക്കുക. ഇപ്പം നമ്മുടെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കാനും നിർത്താനുമാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാഹനത്തിന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇനി ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഹാൻഡ് ബ്രേക്ക് മേളിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ 2 ടയർ ലോക്കായിട്ട് കിടക്കുകയാണ്. അതായത് ബ്രേക്കായിട്ട് തന്നെ ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പം ഇത് നമ്മൾ അഴിക്കണം. ഇത് അഴിക്കാനായിട്ട് നിങ്ങളുടെ വിരൽ ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്കിൽ പിടിച്ചിട്ട് ഇത് നേരെ ജസ്റ്റ് മേളിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ലോക്ക് ബട്ടൺ നമുക്ക് അഴിഞ്ഞു കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ എത്രത്തോളം ഇത് താഴോട്ട് താഴ്ത്താൻ നോക്കിയാൽ ഇത് താഴില്ല. അതിനെന്ത് ചെയ്യണം, ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക, മേളിലേക്ക് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ലോക്ക് നമുക്ക് സിമ്പിളായിട്ട് അഴിഞ്ഞു കിട്ടുന്ന സമയത്ത് ഇങ്ങനെ താഴോട്ട് താഴ്ത്തുക. അപ്പം നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇനി നമുക്ക് വാഹനത്തെ മുന്നോട്ട് നിർത്തണം. അപ്പോൾ അത് സേഫായിട്ട് ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, കൃത്യമായിട്ടും
ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളൊരു വാഹനത്തെ ആദ്യം മൂവ് ആക്കുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടോർക്കുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ. ആ ഗിയർ മാത്രം കൊടുത്തെങ്കിലേ നമുക്കൊരു വാഹനത്തെ, ഇത്തരത്തിൽ വെയിറ്റ് ഉള്ള ഒരു വാഹനത്തെ നമുക്ക് മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അപ്പോൾ ഗിയറിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഈ ലിവർ സെൻറ്ററായിട്ട് വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ഗിയർ അല്ല, ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മുടെ വണ്ടി ഒരു കയറ്റത്തോ അല്ലെങ്കിൽ ഇറക്കത്തോ കിടന്നു കഴിഞ്ഞാൽ ആ ഇറക്കത്തിൻ്റെയും കയറ്റത്തിൻ്റെയും സ്ലോപ്പ് അനുസരിച്ച് വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ ഉരുണ്ടു പോകും. അങ്ങനെ കിടക്കുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ന്യൂട്രൽ. അപ്പോൾ ന്യൂട്രൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലിവർ ഇങ്ങനെ ചേർക്കണം. അതായത് ന്യൂട്രലിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൈ പിടിക്കുക. ഇങ്ങനെ കൈ പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഇടാൻ കഴിയും. ഇപ്പോൾ ഈ ഫസ്റ്റ് ഗിയറിലേക്ക് വീണിട്ടുണ്ട്. ഓക്കെ, ഈ ഫസ്റ്റ് ഗിയറിനോട് തന്നെ ചേർന്നാണ് തേർഡ് ഗിയർ ഉള്ളത്. നിങ്ങൾ നോക്കുക, ഇവിടെ ഫസ്റ്റാണ്, ഈ ഒരു ഭാഗത്ത് ഫസ്റ്റാണ്, ഇവിടെ തേർഡ് ഗിയറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ഇങ്ങനെ തന്നെ ലെഫ്റ്റ് മാക്സിമം ന്യൂട്രൽ ആക്കിയിട്ട് ചേർക്കുക, മേളിലേക്ക് ഇടുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വീണു. ഇനി നമുക്ക് വാഹനം മുന്നോട്ടെടുക്കണം. മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തെ മുന്നോട്ട് ചലിപ്പിക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എൻജിനിൽ നിന്ന് വരുന്ന പവർ നമുക്ക് വീലുകളിലേക്ക് എത്തിക്കണം. അപ്പോൾ വീലുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ പവർ നമുക്ക് കൃത്യമായിട്ടൊരു ഫസ്റ്റ് ഗിയറിലാണ് എത്തിക്കേണ്ടത്. അതായത് ഏറ്റവും ടോർക്കുള്ള പവറുള്ള ഗിയർ വഴി നമുക്ക് വീലിൽ എത്തിക്കെങ്കിൽ മാത്രമേ നമ്മളുടെ ഒരു വാഹനം റൺ ചെയ്യത്തുള്ളൂ, നന്നായിട്ട് സ്മൂത്തായിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് ആക്സിലറേഷൻ ചെറുതായിട്ട് മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കാലയക്കണം. അപ്പം എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ക്ലച്ച് വഴി ഗിയർ വഴി നമ്മളുടെ വീലിലേക്ക് എത്തും. അപ്പോൾ ഫസ്റ്റ് ഗിയറും കൂടെ ആയതുകൊണ്ട് സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ ചെറുതായിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരു സേഫായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ട ആക്സിലറേഷൻ നിങ്ങൾ കൊടുക്കണ്ട. ഒരു കാര്യം ചെയ്യും, ആക്സിലറേഷൻ നിങ്ങൾ കൊടുക്കണ്ട, ജസ്റ്റ് ആക്സിലറേഷൻ പെടലേ കാല് വെക്കുക. എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നത് ഇങ്ങനെ പതുക്കെ കാല് ഇങ്ങനെ അയച്ച് വരുമ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് ഒരു രീതി കാണിക്കും. ആ രീതി കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, വീണ്ടും നിങ്ങൾക്കൊന്ന് പഠിച്ചെടുക്കാനായിട്ട് ഒന്നും കൂടെ ക്ലച്ച് താട്ടൊന്ന് ചവിട്ടി കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മളുടെ വണ്ടി വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കും. വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് നിന്ന് പതുക്കെ കാലയച്ച് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്, അതായത് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് വരിക. നീങ്ങുന്ന പോയിന്റ് വരുമ്പോൾ വണ്ടി പതിയെ അനങ്ങാനായിട്ടുള്ളൊരു ശ്രമം നടത്തും. ഈ ശ്രമം നടത്തുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പതിയെ ആക്സിലറേഷൻ, വലത്തേക്കാല് പതിയെ ആക്സിലറേഷൻ ഒന്ന് ചെറിയ രീതിയിൽ മുന്നോട്ടൊന്ന് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ അനങ്ങും. എന്നിട്ട് വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരണം. ആക്സിലറേഷൻ കുറയ്ക്കണം. നിർത്താനായിട്ട് തീരുമാനമെടുത്താൽ ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് ചവിട്ടി താഴ്ത്തുക, എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക. വീണ്ടും നിങ്ങൾ ഞാൻ അതെടുത്ത് കാണിക്കാം. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെടലേ വരുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, ക്ലച്ച് നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യുന്നു. അപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി നമുക്ക് മനസ്സിലാകും. ഈ പോയിന്റ് വരുമ്പോൾ ഒറ്റയടിക്ക് കാലെടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് ചാടും. ഇപ്പോൾ മുന്നിലൊരു ബൈക്ക് ഉണ്ട്, അവിടെ ഇപ്പോൾ ഇടിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റ് നിങ്ങൾ നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. ചെറിയ രീതിയിൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക. ഇതേ പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു, ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇത് ഇങ്ങനെ നീങ്ങി. ഇനി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ ആദ്യം അങ്ങ് കുറയ്ക്കുക, എന്നിട്ട് ക്ലച്ച് ചവിട്ടി പിടിക്കുക, എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക. അപ്പം നമ്മുടെ വണ്ടി എഞ്ചിൻ ഓഫ് ആകാതെ നിർത്താനായിട്ട് കഴിയും. ഇപ്പം എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ഗിയറിലേക്ക് എത്തുന്നില്ല. കാരണം എന്താണ്, ക്ലച്ച് താഴോട്ട് അങ്ങ് ചവിട്ടി. അപ്പം എഞ്ചിൻ ഗിയർ ബോക്സ് സെപ്പറേറ്റ് ആയി, പവർ ഫ്ലോ അങ്ങോട്ട് ചെല്ലുന്നുമില്ല. ബ്രേക്കിലേക്ക് വന്നപ്പോൾ നമുക്ക് വാഹനത്തെ നിർത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു ഗ്രൗണ്ടിൽ ചെന്നിട്ട് വണ്ടി നിർത്തിയെടുത്ത് നോക്കുക. നിർത്തിയെടുത്ത് നിങ്ങൾക്കൊരു ക്ലിയർ ആയി കഴിയുമ്പോൾ നല്ല ഒരു ആത്മവിശ്വാസമാവും. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു വണ്ടി എടുക്കാം എന്നുള്ളൊരു ചിന്ത വരും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമുക്കുള്ള ഒരു പ്രോബ്ലമാണ് അശ്രദ്ധ. അതായത് ശ്രദ്ധയില്ലായ്മ നമുക്ക് പലപ്പോഴും ഉണ്ടാകും. അത് നമ്മുടെ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്, നമുക്ക് ഈ ചെറുപ്പത്തിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടാകണം. അപകടങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകും എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അപ്പം നമുക്ക് ഒരുപാട്
ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യാൻ കഴിയും, പലതരത്തിലുള്ള അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇത് ഇങ്ങനെ വണ്ടി പോവാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് കൈ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് പിടിക്കും. ഇത് 9-3 പൊസിഷനാണ്, 9-3. അതായത് ഒരു ക്ലോക്കിൽ സൂചി വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 9-ലും 3-ലും ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെയാണ് സൂചി വരുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങളിത് ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി വണ്ടി ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഔട്ടുക, ബ്രേക്കിലേക്ക് വരിക. കണ്ടോ, വണ്ടി നിർത്തി. ഇനി വീണ്ടും നമുക്ക് വണ്ടി എടുക്കണം. അതിനെന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇത് വണ്ടി എടുക്കണം. അപ്പോൾ സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റ് പിടിക്കുന്നു. എന്നിട്ട് നമ്മളിത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ നോക്കിയേ, ഇടത്തോട്ടൊന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പം നിങ്ങൾ നോക്കുക, അപ്പോൾ സ്റ്റിയറിംഗ് നേരെയാണ്. ഇനി നമുക്ക് കുറച്ച് ഇടത്തോട്ട് പോകണം. നമ്മളുടെ ഇടത്തേക്ക് എടുത്ത് ഇങ്ങനെ താഴോട്ടൊന്ന് വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് താഴോട്ടൊന്ന് വലിക്കുക. അപ്പോൾ നമുക്ക് ഇടത്തെ സൈഡിലേക്ക് വന്നു. ഇനി വലത്തോട്ട് പോകണം, ഇത് ഇങ്ങോട്ടൊന്ന് വലിക്കുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്ക്. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് കിട്ടും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ചെറിയ വളവും തിരിവുമൊക്കെ ആണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ കണ്ടോ, ഇപ്പോൾ ഈ ഒരു സൈഡ് വന്നു, എന്നിട്ട് വീണ്ടും നേരെയാക്കണം. ഇങ്ങനെ തിരിക്കുക, ഇപ്പം നേരെയായി. കണ്ടോ, അപ്പോൾ ചെറിയ തിരിവുകളൊക്കെ നമുക്കിത് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഒരു തിരിവ് നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് ഓടിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയ തിരിവ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ഇങ്ങനെ ചേർത്തു. കണ്ടോ, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നു. കണ്ടോ, അപ്പോൾ അതാണ് എളുപ്പം. ഇനി നല്ല തിരിവുകൾ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, എടുത്തെടുത്ത് തിരിക്കാനായിട്ട് ശ്രമിക്കണം. എടുത്തെടുത്ത് എങ്ങനെയാണ് തിരിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇപ്പം നമുക്കൊരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയണം. അപ്പോൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക വളരെ വേഗത്തിൽ. കണ്ടോ, അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഇതാണ്. ഇനി വലത്തോട്ടാണെങ്കിൽ ഇങ്ങനെ തിരിക്കുക. നമ്മൾ കുറേയൊക്കെ എക്സ്പേർട്ട് ആയതിനു ശേഷം നമുക്ക് ക്രോസ് ഓവർ മെത്തേഡ് മറ്റ് മെത്തേഡിലേക്കൊക്കെ പോകാം. അപ്പോൾ തുടക്കത്തിൽ നിങ്ങളിത് ഓർക്കുക. ഇനി നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എങ്ങനെ ഇടാം, ഗിയർ ഡൗൺ ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു. ഓക്കെ, ഇനി ഇങ്ങനെ വണ്ടി എടുത്താൽ, വണ്ടി റൺ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് മുന്നിലായിട്ട് ഒരു കയറ്റമോ അല്ലെങ്കിൽ നമ്മളുടെ വാഹനം മുന്നോട്ട് പോകാനായിട്ട് തടസ്സമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളില്ലെങ്കിൽ വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക, ആക്സിലറേഷൻ കൊടുത്തൊരു മൂവ്മെൻറ്റ്സ് നൽകുക. എന്നിട്ട് ഏകദേശം ഒരു 20 കിലോമീറ്റർ സ്പീഡാകുമ്പോൾ, ഏകദേശം ഇത്രയധികം ഒരു സ്പീഡാകുമ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക. ഓക്കെ, ക്ലച്ച് പിടിച്ചിട്ട് നിങ്ങളുടെ ഒരു കൈ ഉപയോഗിച്ച്, അതായത് നിങ്ങളുടെ വലത്തെ കൈ ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇടത്തെ കൈ ഉപയോഗിച്ചിട്ട് ഗിയർ ലിവറെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ആ സെക്കൻഡ് ഗിയറിലേക്ക് വേണം. സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഗിയർ ലിവറെ ഇങ്ങനെ കൈ പിടിക്കുക, ന്യൂട്രലിലേക്ക് വരിക. ഇപ്പോൾ ന്യൂട്രൽ വന്നു, ഇങ്ങനെ തന്നെ ചേർത്ത് നേരെ താഴോട്ടിടുക, എന്നിട്ട് ക്ലച്ചിൽ നയിക്കുക. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ പ്രോപ്പറായിട്ട് വീണ്ടുണ്ട്. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. വീണ്ടും നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകും. അപ്പോൾ സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് നേരെ ചേർന്ന് താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് കിടക്കുന്നത്. ഏതൊരു ഗിയറിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ കഴിഞ്ഞിട്ടേ പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുക. ഇനി സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് വണ്ടി പോകുന്നു. ഇനി തേർഡ് ഗിയർ എപ്പോഴാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും തേർഡ് ഗിയർ കൊടുക്കേണ്ടത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഒരു നിരപ്പ് റോഡിൽ തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് സെക്കൻഡ് ഗിയറിൽ പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്പീഡാകണം. അതായത് ഇപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുത്തത് ഒരു 20 കിലോമീറ്ററിനോട് അടുത്തുള്ള ഒരു വേഗതയാണ്. അതൊരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ ഒരു തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ഒരു 30 കിലോമീറ്റർ, ഒരു 10 കിലോമീറ്റർ വേഗതയും കൂടെ ആയിട്ട് സ്ട്രെയിറ്റ് റോഡിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചത്, ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോകുന്നു. ഇനി എനിക്ക് തേർഡ് കൊടുക്കണം. തേർഡ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വളവാണ്, ഞാൻ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെ കൺട്രോൾ ചെയ്തു, ഇത് ഇവിടെ നിരപ്പാകുമ്പോൾ സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. റോഡ് സ്ട്രെയിറ്റ് ആണ്, ഒരു 30 കിലോമീറ്റർ വേഗതയായി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു, ഫുള്ളായിട്ട് ചവിട്ടി പിടിക്കുക. എന്നിട്ട് കൈ നോക്കുക, ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ന്യൂട്രലിലേക്ക് വരിക. ന്യൂട്രൽ വന്നിട്ട് ലിവർ തൊട്ട് മേളിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് നയിച്ചു കഴിഞ്ഞാൽ തേർഡ് ഗിയർ വീഴും. അതായത് ന്യൂട്രൽ വന്നിട്ട് നമ്മൾ ലിവർ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒന്നും പിടിക്കണ്ട, കറക്റ്റ് സെൻറ്റർ പോയിന്റിലായിരിക്കും. അതായത് സെക്കൻഡ് ഗിയറിൽ നിന്ന് നിങ്ങളെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ പിടിക്കുന്നു. ഇങ്ങനെ കൈ പിടിക്കുക, എന്ത് ചെയ്യുക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക, ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ പോയിന്റ് ലിവർ സെൻറ്ററായിട്ട് വരും. ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ ഇടാം. അപ്പോൾ നമുക്ക് നിരപ്പ് റോഡിൽ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകാനായിട്ട് കഴിയും. ഇനി ഇങ്ങനെ തേർഡ് ഗിയർ പോകുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണം, തേർഡിൽ ഈ കയറ്റം കയറത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് സെക്കൻഡ് കൊടുക്കണം. അപ്പോൾ കൈ ഇങ്ങനെ വരിക, ഇങ്ങനെ വന്ന് ന്യൂട്രലിലേക്ക് വരിക, ലെഫ്റ്റിലേക്ക് ചേർക്കുക, താഴോട്ട് ഇടുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇടാം. ഇനി ഫസ്റ്റ് ഗിയറിൽ
ഗിയറിലേക്ക് ഇടണമെങ്കിലോ ഇത് ന്യൂട്രൽ വരുന്നു, നേരെ മേളിലേക്ക് ഇടുക. അപ്പം സെക്കൻഡും ഫസ്റ്റ് വിടുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് എളുപ്പമാകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, കണ്ടോ, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. തേർഡ് ഇടുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആകുന്നു. ഒരു 30 കിലോമീറ്റർ വേഗതയിലേക്ക് എത്തണം. അതിന് നമ്മളിവിടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ഇങ്ങനെ കൈ പിടിക്കുന്നു, ന്യൂട്രൽ വരുന്നു, തേർഡിലേക്ക് ഇടുന്നു, കണ്ടോ. ഇപ്പോൾ തേർഡ് ഗിയറിലേക്ക് വന്നു. ഇനി സെക്കൻഡ് ഇടണമെന്നുണ്ടെങ്കിലോ കൈ നേരെ തിരിഞ്ഞ് വരിക, അതായത് ഇങ്ങനെ വരിക കൈ. ഓക്കെ, എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു, ന്യൂട്രലിലേക്ക് വന്നു, കണ്ടോ. എന്നിട്ട് ഇങ്ങോട്ട് ചേർത്തു, താഴോട്ട് ഇട്ടു, സെക്കൻഡിലേക്ക് വന്നു. ഇനി സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് കൊടുക്കണം. അതായത് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുമ്പോൾ മുന്നിൽ നല്ല തടസ്സം വന്നു, ഒരു ഗട്ടർ വന്നു, കയറ്റം വന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പതിയെ പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ടോർക്കുള്ള ഗിയർ കൊടുക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക, ന്യൂട്രൽ വരിക, ഇങ്ങനെ ചേർത്ത് മേളിലേക്ക് ഇടുക. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇനി ഫോർത്തും ഫിഫ്ത്തും കൂടി ഇടുന്നത് നിങ്ങളെ കാണിക്കാം. ദേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ വണ്ടി എടുക്കുന്നു, സ്റ്റിയറിംഗിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. ഏകദേശം 20 കിലോമീറ്റർ ആയപ്പം സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഇങ്ങനെ കൈ പിടിക്കുന്നു, താഴോട്ട് ഇടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് വീണു. ഇനി വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു, വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, കൈ ഇങ്ങനെ പിടിക്കുന്നു, ന്യൂട്രൽ വരുന്നു, തൊട്ട് മേളിലേക്ക് ഇടുന്നു, തേർഡ് ഗിയറിലേക്ക് വന്നു. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി നമുക്ക് ഫോർത്ത് ഗിയർ കൊടുക്കണം. നോക്കുക, ഇവിടെ ഒരു വളവാണ്, വളവിലൊന്നും ഫോർത്ത് കൊടുക്കരുത്. നല്ലൊരു കുറച്ച് നിരപ്പ് റോഡ് വരുമ്പോഴത്തേന് ഫോർത്ത് കൊടുക്കുക. ദേ കണ്ടോ, സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് നോക്കി, ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു നിരപ്പ് റോഡ് വന്നു. അപ്പോൾ എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ലിവറിൽ ഇങ്ങനെ പിടിക്കുക, ന്യൂട്രൽ, തൊട്ട് താഴെ ഫോർത്ത്, അതായത് തേർഡിൽ നിന്ന് നേരെ താഴെയാണ് ഫോർത്ത് കിടക്കുന്നത്. ഇതേ ഫോർത്തിലേക്ക് ഇട്ടു. ഓക്കെ, ഇനി ഫിഫ്ത്ത് കൊടുക്കണം. ഫസ്റ്റ് ന്യൂട്രൽ, ഇങ്ങനെ തന്നെ കൈ പിടിക്കുക, ഇങ്ങോട്ട് ചേർക്കുക, ദേ ഇങ്ങനെ ചേർത്തിട്ട് മേളിലേക്ക് ഇടുക. ഇപ്പോൾ ഫിഫ്ത്ത് ഗിയറിലേക്ക് വേണം. ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കുക, ഇങ്ങനെ നേരെ താഴോട്ട് വരിക. ഓക്കെ, ഇനി തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൈ പിടിക്കുക, ദേ ഇങ്ങനെ ഇടുക. അപ്പം ഇങ്ങനെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാം. ഇനി ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഗിയർ ഇടാം. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഒരു 30 കിലോമീറ്റർ ആകുമ്പോൾ തേർഡ് ഇടാം, ഒരു 40 കിലോമീറ്റർ ആകുമ്പോൾ ഫോർത്ത് ഇടാം, ഒരു 50 കിലോമീറ്റർ വേഗതയാകുമ്പോൾ ഫിഫ്ത്ത് ഇടാം. അത് റോഡ് സ്ട്രെയിറ്റ് ആകുന്നതിനനുസരിച്ചാണ് നമ്മൾ അങ്ങനെ ഗിയർ ഇടുന്നത്. ഇനി ഗിയർ ഡൗൺ ചെയ്യേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിക്കും. ഇപ്പം ഇത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയർ കൊടുത്തു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ഞാൻ ഫിഫ്ത്ത് ഗിയർ ഇട്ട് കൊടുക്കുകയാണ്. കാരണം എന്താണ്, റോഡ് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ 5ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് മുന്നിലായിട്ടൊരു വളവ് വന്നു. 5ാമത്തെ ഗിയർ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, വണ്ടിക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ വരുന്ന ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാല് ആദ്യം ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യണം. ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തണം, ബ്രേക്ക് വന്ന് സ്ലോ ചെയ്യുക, ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഇടുക. കണ്ടോ, എന്നിട്ട് ഫോർത്ത് ഗിയറിൻ്റെ പിടുത്തം വരുമ്പോൾ ക്ലച്ച് ഒന്ന് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫോർത്ത് ഗിയറിൻ്റെ നല്ലൊരു പിടുത്തം വന്നു. അപ്പോൾ നമ്മുടെ വണ്ടി സേഫായി. ഇപ്പോൾ ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടിക്ക് മുന്നോട്ട് പോകാനൊരു മടി കാണിക്കുന്നുണ്ട്, മുന്നിലൊരു കയറ്റം കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണം, ഫോർത്തിൽ നിന്ന് പെട്ടെന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് തേർഡിലും പോകുന്നില്ലെന്ന് തോന്നിയാൽ തേർഡിൽ നിന്ന് ക്ലച്ച് ഔട്ടുക, വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. സെക്കൻഡിലും പോകുന്നില്ലെന്ന് തോന്നിയാൽ ക്ലച്ച് ഔട്ടുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെയാണ് ഗിയർ ഡൗൺ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ടോർക്കുള്ള ഗിയറിലേക്ക് തീർത്തും പോകാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. ടോർക്കുള്ള ഗിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഗിയർ ആണ്. ഈ ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും വണ്ടിയെ നമുക്ക് മുന്നോട്ടെടുക്കാൻ കഴിയും. ഇപ്പം ഞാനിവിടെ ഒരു കയറ്റത്ത് കിടക്കുകയാണ്. ഞാനിവിടെ സെക്കൻഡോ തേർഡോ കൊടുത്തു കഴിഞ്ഞാൽ ഈ കയറ്റത്തെ വണ്ടി എടുക്കില്ല. കാരണം വണ്ടി മൂവ് ആകാനായിട്ടുള്ള ഒരു ശക്തി ആ ഗിയറിനില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് വരിക. അത് തന്നെയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഫോർത്തിലോ ഫിഫ്ത്തിലോ ഒക്കെ ഓടിച്ചു പോകുമ്പോൾ മുന്നിലെ റോഡിൻ്റെ സാഹചര്യം നമുക്ക് ആ ഗിയറിൽ പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഗിയർ താഴോട്ടിട്ടിട്ട് വലിയ ഗിയറിലേക്ക് വരണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.